ഇനി അത് തിരുത്തി എന്നത് പ്രധാനമാണ്. നമുക്കൊരു തെറ്റ് പറ്റി എന്ന് തോന്നിയാൽ അത് തിരുത്തണം. ആ തിരുത്തുമ്പോൾ തോറ്റുപോകില്ല. തിരുത്തുമ്പോൾ തോറ്റുപോകും എന്ന് നമ്മൾ ആവർത്തിച്ച് രാഷ്ട്രീയക്കാരോട് പറയുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അവരത് തിരുത്താൻ മടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മടി നമ്മൾ നിർമ്മിച്ചു കൊടുക്കരുത്. ഒരു തെറ്റുപറ്റി എന്ന് തോന്നിയാൽ, വിമർശനങ്ങൾ ഉണ്ടായാൽ, സണ്ണി ജോസഫ് ആദ്യഘട്ടത്തിൽ ആ നിലപാടെടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എത്ര ഡാമേജ് ഉണ്ടായെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് തിരുത്താൻ തയ്യാറായാൽ ആരും തോറ്റുപോകില്ല എന്നുകൂടി അത് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും തിരുത്ത് വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അങ്ങനെയല്ല, അങ്ങ് ചെയ്തതാണ് അതിൻ്റെ ശരി എന്ന നിലയ്ക്കൊരു പരിവേഷം ചമച്ചു കൊടുക്കലുണ്ട്. അതുകൊണ്ട് അവർക്ക് പോലും ഇതാണ് എൻ്റെ അണികളുടെ വികാരം എന്നുള്ളത് കൊണ്ട് അത് തിരുത്താൻ കഴിയാത്തൊരു മാനസിക നിലയിൽ വന്നുപെടും. അങ്ങനെയല്ല, തിരുത്തേണ്ടത് ഏതു കാലത്താണെങ്കിലും തിരുത്തി തന്നെ പോകണം എന്നത് പ്രധാനമാണ്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ബന്ധു നിയമനങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് എം വി ജയരാജൻ അടക്കം ഇപ്പുറത്ത് ഇടതു നേതാക്കൾ വിപുലമായി എഴുതുന്നുണ്ട്. അതിൽ 10ഓളം സണ്ണി ജോസഫിന്റെ കുടുംബത്തിലെ 10ഓളം ആളുകൾ എവിടെയാണ്, എങ്ങനെയാണ് ബാങ്കുകളിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ന ആരോപണമുണ്ട്. ഞാൻ പറയുന്നത് ഒരു ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കട്ടെ? ഇത്രയും കാലം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നത് ഇങ്ങനെ ആരോപണം വരുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കണ്ടേ എന്നുള്ളതല്ലേ? ഈ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു റിസർവ് ബാങ്ക് തുടങ്ങാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയല്ല അത് സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനോട് കൃത്യമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇനി തെറ്റാണെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ഭരിക്കാൻ ജനങ്ങൾ ഏൽപ്പിച്ച അധികാരം ഉപയോഗിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ബന്ധു നിയമനങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെതുമാണെന്ന് ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് സണ്ണി ജോസഫിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിനെതിരെ ഉയരുന്നൊരു ആരോപണമാണ്. അതിൽ മറുപടി വേണം. അത് ശരിയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് പറയണം, തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം. ഇനി തെറ്റാണെങ്കിൽ ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചവരോട് നിയമപരമായി തന്നെ നേരിടുകയും വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിന് മറുപടി പറയുകയും വേണം. ഇതൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പ്രത്യേക പ്രിവിലേജ് അവകാശപ്പെടലാണ്. അത് ശരിയല്ല. താനും വി ഡി സതീശനോട് 4-ാം തീയതി ഈ കാര്യം ചോദിച്ചു. അദ്ദേഹം പരിശോധിക്കാം എന്ന് പറഞ്ഞു. ഇതിൽ കൃത്യമായ മറുപടി പറയണം. സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണമല്ലേ? അപ്പോൾ അദ്ദേഹം അതിൽ മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് തോന്നുമ്പോഴല്ല കേട്ടോ. അതിൽ ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പാർട്ടി അത് അന്വേഷിച്ചു. അത് വേണ്ട എന്നുള്ളത് പാർട്ടിയുടെ നിലപാടായിരുന്നു. അതിനനുസരിച്ചാണ് രാജി എന്തെങ്കിലും പറയണം. അല്ലാതെ ബെന്നി തോമസിന്റെ ഔദാര്യമായിട്ട് അയ്യോ എൻ്റെ അളിയൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞാൻ വിചാരിച്ച് ഞാനങ്ങ് രാജിവെച്ചു, അതെൻ്റെ ഒരു ദാനം എന്ന നിലയ്ക്ക് ഞാൻ നിർവഹിച്ചു എന്ന് പറയുന്ന ഔദാര്യ പ്രകാശനമൊന്നുമല്ല അവിടെ നടക്കേണ്ടത് എന്നുള്ളതാണ്.